ഹലോ, നമസ്കാരം. ഇന്നത്തെ യാത്ര ഗോവയിലെ പ്രശസ്തമായ ഒരു ബീച്ച് കാണാനാണ്. ഗോവ എന്ന് വെച്ചാൽ ആദ്യം മനസ്സിൽ വരുന്നത് ബീച്ചസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഗോവയിൽ തന്നെ നോർത്ത് ആൻഡ് സൗത്ത് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക, നോർത്ത് ഗോവ ആൻഡ് സൗത്ത് ഗോവ. ഞാനിന്ന് പോകുന്നത് നോർത്ത് ഗോവയിലെ പ്രശസ്തമായ ബീച്ചായ ബാഗ ബീച്ച് കാണാനാണ്. നോർത്ത് ഗോവയിൽ തന്നെ ഒരുപാട് ബീച്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 4, 5, 6 ബീച്ചസ് ഉണ്ട്. ഈ ബീച്ചുകളെല്ലാം തന്നെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബീച്ചുകളായിരിക്കും. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. 3-4 കിലോമീറ്റർ ആയിരിക്കും ഒരു ബീച്ച്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബീച്ച്. അങ്ങനെയാണത് വരുന്നത്. ബാഗ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, ബാർ റെസ്റ്റോറൻറ്റുകളായിരിക്കും അധികവും. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ലിക്കർ കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതേപോലെ തന്നെ ഗോവയിലെ ഈ പോർച്ചുഗീസിൻ്റെ ആ ഒരു സ്റ്റൈലുള്ള ഒരുപാട് പഴയ ഗോവൻ വീടുകൾ കാണാൻ പറ്റി. നമ്മുടെ കേരളം പോലെ തന്നെയാണ് ഗോവ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലോ ഗോവ. അതുകൊണ്ടാണ് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, ഫിഷ്, നമുക്ക് അതായത് റെസ്റ്റോറൻറ്റുകൾ നല്ല ഫ്രഷ് ഫിഷുകളൊക്കെ കിട്ടും. സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുണ്ട്. കൂടാതെ ലിക്കർ ഷോപ്പുകൾ, എല്ലാ ഹോട്ടലുകളിലും നമുക്ക് ലിക്കർ കിട്ടും. ബീർ പാർലറുകൾ, അതായത് വീടുകളൊക്കെ പഴയ ഗോവൻ സ്റ്റൈലുകളുടെ വീടുകളാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ബാഗ ബീച്ച് പോകുന്ന വഴിയിലുള്ളത്. പഴയൊരു ഗോവ കാണാൻ പറ്റും നമുക്ക്. കേരളവുമായിട്ട് ഏകദേശം സാമ്യമുള്ളത് തന്നെയാണ് കാണാനൊക്കെ. തെങ്ങുകളും എല്ലാമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും ഗോവയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളം പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ബീച്ചിലേക്ക് പോകുന്നതുകൊണ്ട് ബീച്ച് ഡ്രസ്സുകളൊക്കെ വെക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ടാറ്റൂ സ്റ്റുഡിയോ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഈ പോകുന്ന വഴിയിലുള്ളത്. ഇനി നമുക്ക് ബാഗ ബീച്ചിനെ കുറിച്ച് പറയാം. ബാഗ ബീച്ച് എപ്പോഴും അതായത് ലൈവായിരിക്കുന്ന ഒരു ബീച്ചാണ്. നോർത്ത് ഗോവയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്. അവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ലൈഫാണ്. അവിടെ എപ്പോഴും 24 hours ഓപ്പൺ ആയിരിക്കുന്ന ഒരു ബീച്ചാണ്. നൈറ്റ് ലൈഫാണ് ഇമ്പോർട്ടൻ്റ് ആയ സംഭവം. പിന്നെ ഒരുപാട് വാട്ടർ സ്പോർട്സ് അവിടെയുണ്ട്, ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. നല്ല തിരക്കുള്ളൊരു ബീച്ചും കൂടിയാണ്. ഇതിനെ ചുറ്റപ്പറ്റിയിട്ട് ഒരുപാട് ബീച്ചുകളുണ്ട്. അതായത് ഫോർട്ട് അഗോഡ തൊട്ട് അതിങ്ങനെ കണ്ടോലിം, കളാങ്കോട്ട് ബീച്ച്, ഇങ്ങനെ ഒരുപാട് ബീച്ചുകളുണ്ട്. കണ്ടോലിം ബീച്ച്, കളാങ്കോട്ട് ബീച്ച്, ഇങ്ങനെ ഒരുപാട് ബീച്ചുകളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബീച്ചും കൂടിയാണ് ഈ ബാഗ ബീച്ച്. നൈറ്റ് ലൈഫിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരിക്കും റെസ്റ്റോറൻറ്റ്സ്. അപ്പം ഈ ബീച്ച് സൈഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. എനിക്ക് രാത്രി പോകാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ പോയ മൺസൂൺ ടൈം ആയതുകൊണ്ട് നല്ല മഴ ശരിക്ക് നമ്മുടെ പറ്റിച്ചു. മഴ കാരണം നമുക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. ഇതന്നെ വീഡിയോ ഒരുപാട് ഞാൻ ഷൂട്ട് ചെയ്തത് കുടയൊക്കെ പിടിച്ചായിരുന്നു. ചെറിയ ചാറ്റൽ മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാഗ ബീച്ചിലെത്തി. ഇതാണ് ബാഗ ബീച്ചിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരു ചെറിയ ബാഗ ബീച്ചിൻ്റെ ഒരു നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോവൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ സപ്പോർട്ടും വേണം. നമ്മൾ വിചാരിച്ച് മൺസൂൺ ടൈം ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവായിരിക്കുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കൂടുതലും കണ്ടത്. കടലിലൊക്കെ ഇറങ്ങി കളിക്കുന്നവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരെയാണ് കണ്ടത്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാരുണ്ടാവും. ഞാൻ മൺസൂൺ ആയതുകൊണ്ട്, മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് സീസൺ ആണല്ലോ, അപ്പോൾ ഇത്രയും ആൾക്കാരെയൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ കടൽ നമ്മൾ കാണുമ്പം ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തിലായിരുന്നു കടൽ. മഴ പെയ്യുന്ന ടൈമായതുകൊണ്ട് തിരമാലകളൊക്കെ അതിശക്തമായിട്ട് വരുന്നുണ്ടായിരുന്നു. ലൈഫ് ഗാർഡൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആളുകളോട് കൂടുതൽ ദൂരത്തേക്കൊന്നും പോകാൻ പാടില്ല. എന്നാലും ചിലരൊക്കെ പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം കടലിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന്. അത്രയും അക്രമാസക്തമായ തിരമാലകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ബീച്ച്. ഗോവയിലെ എല്ലാ ബീച്ചുകളും വളരെ മനോഹരമാണ്. 2-3 ബീച്ച് പോയിരുന്നു. കണ്ടോ, തിരമാലകളൊക്കെ വരുന്ന അത്രയും ഫോഴ്സിലാണ് വരുന്നത്. നല്ലൊരു വൈബാണ് അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി. തണുത്ത വെയിലൊന്നും ഇല്ല, മഴക്കാറായതുകൊണ്ട് നല്ല തണുത്ത കാറ്റും നല്ല സുഖമായിരുന്നു. പക്ഷേ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുമായിരുന്നു. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയി. ചില 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പെട്ടെന്ന് തന്നെ പോകാനുണ്ടായത്. കൂടെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് ഒരു ചാനലുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു കുക്കിംഗ് ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തിരമാല വന്നടിച്ചിട്ട് ഇവിടെ ഒരു ബണ്ട് പോലെ ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. ശരിക്കും അവിടെ ഒരു ഹൈറ്റ് താഴെയാണ് ബീച്ച്. ഇങ്ങനെ ഒരു ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത്. അതിങ്ങനെ തിരമാല വന്ന് ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ സൈഡിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, തിരമാല വന്ന് ഇടിഞ്ഞ് പോകും. രസമുള്ളൊരു ബീച്ചാണ്. ഈ ബാഗ ബീച്ചിന് അടുത്തായിട്ട് തന്നെ ഒരുപാട് ഔട്ട്ഡോറായിട്ട് സ്നോ പാർക്ക്, ഇലക്ട്രോണിക് തീം പാർക്ക്, ഇങ്ങനെ പല സംഭവങ്ങളുമുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. അല്ല, ഇലക്ട്രിക്കൽ തീം പാർക്കിൽ ഞങ്ങൾ പോയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിലിടാം. ഒരുപാട് പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിലെ ബീച്ച് പോലെയല്ല, ഭയങ്കര നീറ്റായ ബീച്ചാണ്. ഒരു പ്ലാസ്റ്റിക് പോലും ബീച്ചിൽ കാണാൻ പറ്റത്തില്ല.
അത്രയും നീറ്റായ ബീച്ചാണ്. അതാണ് ഗോവൻ ബീച്ചുകളുടെ പ്രത്യേകത. നമ്മൾ ഏകദേശം അരമണിക്കൂറിന് മുകളിൽ അവിടെ സ്പെൻഡ് ചെയ്തു. കൂടുതൽ സമയം നിൽക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് ക്ലൈമറ്റ് മാറി മാറി വരുന്നു. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ പോയി. ഒരു ചെറിയൊരു വീഡിയോ ആണ്. ബീച്ചായതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഗോവൻ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതാണ്. ഒരുപാട് നല്ല നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.